ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റിവിഷനാണ്. ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ബയോളജിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞായിരുന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ഇത് കാണുക. അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇവിടെ തന്നേക്കുന്ന 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഈ ഒരു വെൻ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഹോമിയോസ്റ്റാറ്റിക്സ് വെച്ചിട്ടുള്ള വെൻ ഡയഗ്രാം ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ 3 ഭാഗങ്ങളാണ് കൊടുത്തേക്കുന്നത്. എന്തൊക്കെ? സ്കിന്ന്, കിഡ്നി, ലങ്സ്. ഇത് ഇത്രയും ഓർഗനാണെന്ന് അറിയാലോ. സ്കിന്ന്, കിഡ്നി, ലങ്സ്. ഇതിൻ്റെ ഫങ്ഷനും അറിഞ്ഞിരിക്കണം. സ്കിന്നും കിഡ്നിക്കും പൊതുവായിട്ട് ഒരു ഫങ്ഷനുണ്ട് മെയിനായിട്ട്. രണ്ടുപേരും ഒരേ രീതിയിൽ ചെയ്യുന്ന ഫങ്ഷനുണ്ട് മെയിനായിട്ട്. അതും അറിഞ്ഞിരിക്കണം. കിഡ്നിയും ലങ്സും ഒരുപോലെ കോമൺ ചെയ്യുന്ന ഫങ്ഷനും ഉണ്ട്, അതും അറിഞ്ഞിരിക്കണം. എങ്കിലും നമുക്ക് ഈ ഒരു വെൻ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ തന്നേക്കുന്ന വെച്ചിട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പം കിഡ്നിയും സ്കിന്നും ചേർത്തല്ല അവിടെ വെൻ ഡയഗ്രാം വന്നേക്കുന്നത്, സ്കിന്ന് മാത്രമായിട്ടാണ്. അപ്പോൾ സ്കിന്നിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? മെയിനായിട്ടുള്ള ഫങ്ഷൻ റെഗുലേഷൻ ഓഫ് ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തെ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കുക എന്നുള്ളൊരു ഫങ്ഷനാണ് ആർക്ക്? സ്കിന്നിനുള്ളത്. പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ഫങ്ഷൻ മെയിനായിട്ട് നോക്കാം, എന്നിട്ട് ഒരുമിച്ചുള്ള ഫങ്ഷൻ നോക്കാം. ലങ്സിൻ്റെ ആണ് ഡി കൊടുത്തേക്കുന്നത്. ഡി അവിടെ നമ്മൾ കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുമ്പം ഇവിടെ ബി കൊടുത്തിട്ടുണ്ട്, സിയും ഫില്ല് ചെയ്യണം. ബി എന്ന് പറയുമ്പോൾ റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ നമ്മുടെ രക്തത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നുള്ളതും കിഡ്നിയുടെ ഫങ്ഷനാണ്. എക്സ്പെൽസ് വേസ്റ്റ് പുറന്തള്ളുക എന്നുള്ളതും കിഡ്നിയുടെ ഒരു മേജർ ഫങ്ഷനാണ്. പിന്നെ ലങ്സിൻ്റെ ഫങ്ഷൻ നോക്കുമ്പം റെഗുലേഷൻ ഓഫ് ഓക്സിജൻ ലെവൽ, നമ്മുടെ ശരീരത്തിലുള്ള ഓക്സിജൻ്റെ ലെവൽ നിയന്ത്രിക്കുക എന്നുള്ള ആരുടെ ഫങ്ഷനാണ്? ലങ്സിൻ്റെ ആണ്. അപ്പോൾ ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മൾ എഴുതണം. അപ്പം അവിടുന്ന് ആ ഒരു പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്കറിയാം ഓക്സിജൻ്റെ ലെവൽ നിയന്ത്രിക്കുന്നതും ലങ്സാണ്. പിന്നെന്താണ്? കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളാൻ സഹായിക്കുന്നതും നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തുള്ളൊരു കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? ലങ്സ് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുക. ഇവിടെ സ്കിന്നിനും കിഡ്നിക്കും പൊതുവേ ഉള്ളൊരു ഫങ്ഷനാണ് സാൾട്ട് ആൻഡ് വാട്ടർ ബാലൻസ്. ശരീരത്തിലെ ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും തുലനനില അത് ക്രമീകരിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്. വാട്ടർ ആണെങ്കിലും സാൾട്ട് ആയാലും. അപ്പോൾ അതിൻ്റെ ഒരു റെഗുലേഷൻ സഹായിക്കുന്ന ആളാണ് ആര്? സ്കിന്നും കിഡ്നിയും. പിന്നെ ലങ്സും കിഡ്നിയുടെ മെയിൻ കോമൺ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ ചെയ്യുന്നത് റെഗുലേഷൻ ഓഫ് pH. നമ്മുടെ ശരീരത്തെ pHൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതും ആരുടെയൊക്കെ ഫങ്ഷനാണ്? കിഡ്നിയുടെ, ലങ്സിൻ്റെ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് സ്കിന്നിൻ്റെ ഫങ്ഷൻ കിട്ടും, കിഡ്നിയുടെ ഫങ്ഷൻ കിട്ടും, ലങ്സിൻ്റെ പഠിക്കും. പിന്നെ ഇവർ കോമൺ ആയിട്ട് സ്കിന്നും കിഡ്നിയും കോമൺ ആയിട്ട് ചെയ്യുന്ന ഫങ്ഷൻ പഠിക്കും, കിഡ്നിയും ലങ്സും കോമൺ ആയിട്ട് ചെയ്യുന്ന ഫങ്ഷനും പഠിക്കും. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ഒരു ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഇവിടെ തന്നേക്കുന്ന ഇല്ലുസ്ട്രേഷൻ ഫില്ല് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിൽ ഇൻ എ ആൻഡ് ബി. എയും ബിയും ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പ്രോട്ടീൻ ഫിലമെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പഠിക്കാനുള്ള 2 പ്രോട്ടീൻ ഫിലമെൻറ്റ്സ് ഏതൊക്കെയാണ്? അതറിയാവുന്നവർക്ക് ഇവിടെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ആക്സിനും മയോസിനും. ആ പേര് എഴുതി കഴിഞ്ഞാൽ അവിടെ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ 1 മാർക്ക് വേണ്ടത് 2ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി ആക്ഷൻ ഓഫ് എ ആൻഡ് ബി ഹെൽപ്പ് ടു മേക്ക് ബോഡി പാർട്സ് മൂവ്. എങ്ങനെയാണ് ഈ എയും ബിയും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് പ്രോട്ടീൻ ഫിലമെൻ്റ് ആണെന്നറിയാം. അപ്പം ആക്റ്റിൻ ആണെന്നും മയോസിനാണെന്നും അറിയാവുന്നവർക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇതിൻ്റെ ആൻസർ, ബൈ ദ ആക്ഷൻ ഓഫ് ദീസ് ഫിലമെൻറ്റ്സ് മസിൽ കോൺട്രാക്ട് ആൻഡ് റിലാക്സ്, ദിസ് ഇനേബിൾസ് ദ ബോഡി മൂവ്മെൻറ്റ്. അപ്പം ഈ ഒരു ആക്റ്റിനായാലും മയോസിനായാലും ഇത് ഫിലമെൻറ്റ്സ് ആണെന്ന് അറിയാം, പ്രോട്ടീൻ ഫിലമെൻറ്റ്സ് ആണ്. ഈ ഫിലമെൻറ്റ്സിൻ്റെ ആക്ഷൻ കാരണം മസിൽസ് എന്ത് കൊടുക്കുന്നുണ്ട്? കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി പാർട്സിൻ്റെ മൂവ്മെൻറ്റിന് ഈസി ആയിട്ട് സഹായിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ അല്ലേ? അടുത്ത ഇവിടെ തന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കി. നമുക്ക്
എയറോബിക് റെസ്പിറേഷനും അൺഎയറോബിക് റെസ്പിറേഷനും പഠിക്കാനുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നേക്കുന്നത്. അവിടെ നടക്കുന്ന ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നതും എത്രയാണെന്നും അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. എന്ത് പ്രോഡക്റ്റാണ് എയറോബിക്കും അൺഎയറോബിക് റെസ്പിറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതറിയാമെങ്കിൽ ഈ ഒരു കോളം ഫില്ല് ചെയ്യാം. അറിയാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാം. അപ്പം എയറോബിക് റെസ്പിറേഷനും ഉണ്ട്, അൺഎയറോബിക് റെസ്പിറേഷനും ഉണ്ട്. പേര് തന്നെ ഉണ്ട്. എയറോബിക് ആകുമ്പം എയറിൻ്റെ പ്രസൻസിലാണ്, അൺഎയറോബിക് ആകുമ്പം എയറിൻ്റെ ആബ്സെൻസിലാണ്. എയറോബിക് റെസ്പിറേഷൻ്റെ സമയത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ATP മോളിക്യൂൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയറോബിക് റെസ്പിറേഷൻ ആകുമ്പോൾ 28 മോളിക്യൂൾസും അൺഎയറോബിക് റെസ്പിറേഷൻ ആകുമ്പോൾ 2 മോളിക്യൂൾസ്. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് എത്ര മോളിക്യൂൾസ് ആണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ATP മോളിക്യൂൾസ് 28 ആണ്. 28 മോളിക്യൂൾസ് എയറോബിക് റെസ്പിറേഷൻ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അൺഎയറോബിക് റെസ്പിറേഷൻ്റെ സമയത്ത് 2 മോളിക്യൂൾസുമാണ് ഉണ്ടാകുന്നത്. ഇത് ഇവിടുന്ന് തന്നെ കാണാതെ പഠിക്കുക. 28 മോളിക്യൂൾസ് എയറോബിക്കും അൺഎയറോബിക് ആകുമ്പം 2 മോളിക്യൂൾസും. അടുത്തതായിട്ട് അവിടെ ചോദിച്ചേക്കുന്നത് സബ്സ്റ്റൻസസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. എന്തൊക്കെയാണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്, ഇത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എയറോബിക് ആകുമ്പം പേര് തന്നെ നമുക്ക് ഒരു കാര്യം കിട്ടും രണ്ടിടത്തുനിന്നും. എയറോബിക് ആകുമ്പം എയർ വേണം, പിന്നെ ആരെയും കൂടെ വേണം, ഗ്ലൂക്കോസ് വേണം. എയർ എന്ന് വെച്ചാൽ ഓക്സിജനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓക്സിജനും വേണം, ഗ്ലൂക്കോസും വേണം എയറോബിക് റെസ്പിറേഷനിൽ. അൺഎയറോബിക് റെസ്പിറേഷൻ നടക്കാൻ ഗ്ലൂക്കോസ് മാത്രം മതി, ഓക്സിജൻ വേണ്ട. ഓക്സിജൻ്റെ ആബ്സെൻസിലാണ് അൺഎയറോബിക് റെസ്പിറേഷൻ നമ്മൾ നടത്തുന്നത്. ഇത് രണ്ടും ഓക്കെ അല്ലേ? എത്ര ATP മോളിക്യൂൾസ് ഉണ്ടാവും നമ്മൾ പഠിച്ചു. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നും പഠിച്ചു. അടുത്ത പ്രോഡക്ട്സ്, ഇത് ചേർന്നിട്ട് എന്ത് പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പം ലഭിക്കുന്നത്. എയറോബിക് റെസ്പിറേഷൻ ആകുമ്പം കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉണ്ടാവുന്നു. എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും എയറോബിക് റെസ്പിറേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാവുകയും അൺഎയറോബിക് റെസ്പിറേഷൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡും അല്ലെങ്കിൽ ആൽക്കഹോളും പിന്നെ കാർബൺ ഡയോക്സൈഡും ആണ് ഉണ്ടാകുന്നത്. എന്തൊക്കെ? ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കഹോള്, പിന്നെ കാർബൺ ഡയോക്സൈഡ്. രണ്ടിടത്തും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ്. അപ്പോൾ പഠിച്ചിരിക്കുക. ഇവിടുന്ന് തന്നെ നമ്മൾ ഏത് രീതിയിൽ എയറോബിക് റെസ്പിറേഷനും അൺഎയറോബിക് റെസ്പിറേഷനും ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കും. അടുത്ത നല്ല ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാരഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ABCD. അവിടെ എന്തൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേണ്ടത് അത് നമ്മളവിടെ ചേർക്കുക. നോക്കി, ബോൺസ് പ്രൊവൈഡ് സ്ട്രക്ചർ, സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദി ബോഡി. അപ്പം ബോൺസിൻ്റെ ഫംഗ്ഷനാണ് ഈ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് ബോൺസിൻ്റെ ഫംഗ്ഷൻ പഠിക്കാത്തവർക്ക് പോലും ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബോൺസ് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ശരീരത്തിനൊരു സ്ട്രക്ചർ തരികയും സപ്പോർട്ടും പ്രൊട്ടക്ഷൻ നൽകും ബോൺസ്. ഈച്ച് ബോൺ ഈസ് കവേർഡ് ബൈ എ മെമ്മറൈൻ കാൾഡ് ഡാഷ്. ഓരോ ബോണും ഓരോ എല്ലുകളും ഒരു മെമ്മറൈൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ആ മെമ്മറൈൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. പെരിയോസ്റ്റിയം എന്ന് പറയുന്ന ഒരു മെമ്മറൈനാണ് ബോൺ കവർ ചെയ്തേക്കുന്നത്. അപ്പം പെരിയോസ്റ്റിയം എന്താണെന്ന് വേണേൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ബോൺ കവർ ചെയ്തേക്കുന്ന മെമ്മറൈനെ പറയുന്ന പേരെന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ബോൺ കവർ ചെയ്തേക്കുന്ന മെമ്മറൈനെ പറയുന്നതാണ് പെരിയോസ്റ്റിയം. നമ്മൾ ബോണിനെ പറ്റിയാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അടുത്ത, ബോൺ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ആർ ക്യാരിഡ് ഔട്ട് ബൈ ഡാഷ് സെൽസ്. ബോണിൻ്റെ വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന ഒരു സെൽസ് ഉണ്ട്. ബോണുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സെൽസിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ബോണിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സെൽസാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. ഈ പാരഗ്രാഫിൽ പറഞ്ഞ 3 സെൻറ്റൻസും 3 പോയിൻറ്റ്സാണ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ബോൺസിൻ്റെ ഫങ്ഷനാണ്. ബോൺസ് നമ്മുടെ ബോഡിക്ക് സ്ട്രക്ചറും പ്രൊട്ടക്ഷനും സപ്പോർട്ടും ഒക്കെ നൽകുന്നു. ബോൺ കവർ ചെയ്തേക്കുന്ന ഒരു മെമ്മറൈൻ വെച്ചിട്ടാണ് ഓരോ ബോണും. ആ മെമ്മറൈനെ പറയുന്ന പേരാണ് പെരിയോസ്റ്റിയം. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ബോണിൻ്റെ ഗ്രോത്തിന് അത്യാവശ്യമായിട്ടുള്ള സെൽസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. അടുത്ത് ചോദിച്ചേക്കുന്നത് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദി മിനറൽസ് ദാറ്റ് ഗീവ് ഹാർനസ് ആൻഡ് സ്ട്രെങ്ത് ടു ബോൺസ്. ബോണിന് സ്ട്രെങ്ത്, ആരോഗ്യവും അതിനൊരു ഹാർഡ്നെസ്, കാഠിന്യമൊക്കെ നൽകാൻ സഹായിക്കുന്ന മിനറൽസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ബോൺസിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് ഏതാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് 4 പഠിക്കാം. അപ്പം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? കാൽഷ്യവും ഫോസ്ഫറസും. എന്തൊക്കെയാണ്? കാൽഷ്യവും ഫോസ്ഫറസും ആണ് ബോണിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ്. പഠിച്ചു വെക്കുക. നമ്മൾ കോൾഗേറ്റിൻ്റെ ഒക്കെ പരസ്യം കാണുമ്പോൾ അതിലൊക്കെ പറയുന്നതാണ്
ഈ കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ എന്ന് പറയുന്നതാണ്. അപ്പം അവിടെ അത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഇലിസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. താഴത്തെ നേക്കുന്ന ആ ഒരു പിക്ചർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി പ്രോസസ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഷോൺ ഇൻ ദി ഇലിസ്ട്രേഷൻ. ഇവിടെ തന്നേക്കുന്ന ഈ ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ പ്രോസസ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏത് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്? ലങ്സിനുള്ളിലെ ആൽവിയോളാർ ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റിലത്തെ ആൻസർ എന്താണ്? ആൽവിയോളാർ ഗ്യാസ് എക്സ്ചേഞ്ച്. രണ്ടാമത്തെ, ഹൗ ആർ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫറെൻറ്റ് ഇൻ എക്സ് ആൻഡ് വൈ. ഇവിടെ കൊടുത്തേക്കുന്ന എക്സിലും വൈയിലും എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും കോൺസെൻട്രേഷൻ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എക്സിൻ്റെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡെന്നും വൈയുടെ അവിടെ ഓക്സിജൻ എന്നും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എക്സ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഹൈ. എക്സിൽ ആ കൊടുത്തേക്കുന്നതിൻ്റെ അർത്ഥം ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്നും ബട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഈസ് ലോ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്നുമാണ്. പിന്നെ വൈയിൽ എന്താണ്? വൈയിൽ തിരിച്ചു, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്നും ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻ വൈ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഈസ് ഹൈ വൈൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഈസ് ലോ. ഓക്കെ അല്ലേ? അടുത്തയും ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇവിടെ ഏത് പ്രോസസ്സാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. വിച്ച് മോളിക്യൂൾ ഈസ് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഏത് മോളിക്യൂളാണ് ഇവിടെ എക്സിൽ കൊടുത്തിട്ടുള്ളത്? എന്തിൻ്റെ മോളിക്യൂളാണ്? കാരിയർ പ്രോട്ടീനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കാരിയർ പ്രോട്ടീനാണ് എക്സിൻ്റെ അവിടെ അടയാളപ്പെടുത്തിക്കുന്നിടത്ത് കൊടുത്തേക്കുന്നത്. നെയിം ദ പ്രോസസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ഷോൺ ഇൻ ദി ഇല്ലുസ്ട്രേഷൻ. ഇവിടെ കൊടുത്തേക്കുന്ന ഏത് തരം ട്രാൻസ്പോർട്ടാണ്, സബ്സ്റ്റൻസിൻ്റെ ഏത് തരം ട്രാൻസ്പോർട്ടിൻ്റെ പ്രോസസ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്? ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ATP യൂസ് ചെയ്യുന്നുണ്ട്. ATP എന്ന് വെച്ചാൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അടുത്തതായിട്ട്, ഹൗ ഡസ് ദിസ് പ്രോസസ് ഡിഫർ ഫ്രം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഈ തന്നേക്കുന്നത് എന്തുവാന്ന് അറിഞ്ഞാലേ ഇത്രയും ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ മാത്രം പഠിച്ച ഒരാൾക്ക് എന്തായാലും ഇതിൻ്റെ മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് 2 സ്റ്റെപ്പിലും പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ മോളിക്യൂൾസ് മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ആദ്യത്തെ ആ ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്? മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. നോർമലി അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എനർജി ആവശ്യമില്ല. പക്ഷേ ബട്ട് ഇൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മോളിക്യൂൾസ് മൂവ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആകുമ്പം അവിടെ നേരെ തിരിച്ചാണ്. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകാൻ എനർജി ആവശ്യമാണ്. ഇതാണ് അവരുടെ വ്യത്യാസം. 2 വ്യത്യാസം എന്തൊക്കെയാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആകുമ്പോൾ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ. എങ്ങനെയാണ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. പിന്നെന്താണ് ഡിഫറൻസ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ എനർജി വേണ്ട, പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എനർജി വേണം. ഓക്കെ അല്ലേ? ഈ ഭാഗം ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. എന്തിൻ്റെ ഡയഗ്രമാണ് തന്നേക്കുന്നത്? ഹൃദയത്തിൻ്റെ ഡയഗ്രമാണ് ഈ തന്നേക്കുന്നത്. എന്നിട്ട് താഴെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് നെയിം ദ വാൾവ്സ് B and C. ഇവിടെ 2 വാൾവ്സ് തന്നിട്ടുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യണം. Bയും Cയും ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വാൾവ്, ആ B എന്ന് കൊടുത്തേക്കുന്ന വാൾവ് ബൈക്കസ്പിഡ് വാൾവാണ്. ഏതാണ്? ബൈക്കസ്പിഡ് വാൾവ്. രണ്ടാമത്തത് ട്രൈക്കസ്പിഡും ആണ്. ഏതാണ്? ട്രൈക്കസ്പിഡ്. അപ്പം തിരിഞ്ഞു പോകരുത്. ഇവിടെ ബിയുടെ ഭാഗത്താണ് ബൈക്കസ്പിഡ്, സി ആണ് ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പം പിന്നെ ചോദിച്ചേക്കുന്നത് റൈറ്റ് ദി നെയിം ആൻഡ് ഫങ്ഷൻ ഓഫ് ബ്ലഡ് വെസൽ എ. ഇവിടെ എയുടെ പേര് എഴുതുക. അതൊരു ബ്ലഡ് വെസലാണ്. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? അതിൻ്റെ ഫങ്ഷനും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എ അവിടെ കൊടുത്തേക്കുന്നത് പൾമണറി ആർട്ടറി ആണ്. എന്താണ്? പൾമണറി ആർട്ടറി. എന്താണ് ആ പൾമണറി ആർട്ടറിയുടെ ഫങ്ഷൻ?
ക്യാരീസ് ബ്ലഡ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു ലങ്സ്. ലങ്സിലേക്ക് ബ്ലഡ് എത്തിക്കുക. എവിടെ നിന്ന്? ഹൃദയത്തിൻ്റെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ലങ്സിലേക്ക് ബ്ലഡ് എത്തിക്കുക എന്നുള്ള ഫങ്ഷനാണ് ആരുടെ? പൾമണറി ആർട്ടറി. റൈറ്റ് വെൻട്രിക്കിളാണ് അവിടെ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അപ്പം ഈ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെസ്റ്റിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഫിഗർ നന്നായിട്ട് പഠിക്കുക. പിന്നെ ചോദിച്ചാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ഫ്രം ദി ലങ്സ് ടു ദി ഹേർട്ട്. ലങ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ബ്ലഡ് വെസൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാ? പൾമണറി വെയിൻ. പൾമണറി വെയിനാണ് ലങ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത്. അത് ഏത് ചേംബറിലേക്കാണ് എത്തിക്കുന്നത്? ഹൃദയത്തിൻ്റെ ഏത് ചേംബറിലേക്കാണ് ആ ലങ്സിൽ നിന്നും ഹൃദയത്തിൻ്റെ ഏത് ചേംബറിലേക്കാണ് ബ്ലഡ് എത്തിക്കുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. എവിടുന്ന? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നാണ്. ഏട്രിയത്തിലേക്കാണ് ഹൃദയത്തിലേക്ക് ബ്ലഡ് വന്ന് ചേരുന്നത്. ഓക്കെ അല്ലേ? ലങ്സിൽ നിന്ന്. ഈ ഭാഗം ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്, എന്നിട്ട് അത് വെച്ചിട്ടുള്ള ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ഇവിടെ എയും ബിയും എന്താണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞേക്കുന്നത്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആണ്. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഫ്രം ആണ്. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന എല്ലാ ഫിഗറുകൾക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നുപോലും വിടാതെ എല്ലാം നന്നായിട്ട് പഠിക്കുക. ഏതായിരിക്കും വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ മോഡൽ ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ തന്നെ മിക്ക ക്വസ്റ്റ്യൻസും ഫിഗേഴ്സ് ബേസ് ചെയ്താണ്. അപ്പോൾ അതറിയത്തില്ലെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് നമുക്കറിയത്തില്ല. അപ്പോൾ ഏതാണ്, എന്താണ് ഹേർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്ത് പഠിക്കുക. അപ്പം ഫസ്റ്റ് ഇവിടെ തന്നേക്കുന്നത് എ എന്ന് പറയുന്നത് ഇൻ്റർകോസ്റ്റൽ മസിൽസും ബി എന്ന് പറഞ്ഞേക്കുന്നത് ഡയഫ്രോമാണ്. പിന്നെ ചോദിച്ചേക്കുന്നത്, ഹൗ ഡസ് ദി ആക്ഷൻ ഓഫ് എ ആൻഡ് ബി ഡിഫറെൻറ്റ് ദ പ്രോസസ് ഓഫ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. എന്താണ് പറഞ്ഞേക്കുന്നത്? ശ്വസിക്കുമ്പോഴും ശ്വാസം പുറത്തു വിടുമ്പോഴും എങ്ങനെയാണ് എയും ബിയും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ശ്വസിക്കുമ്പം നമ്മൾ വായു ശ്വസിക്കുമ്പം എന്ത് കൊടുക്കും? കോൺട്രാക്ട്സ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. നമ്മൾ ശ്വസിക്കുമ്പം എന്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഈ മസിൽസ് ഏതൊക്കെ? ഇൻ്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രോവും അത് സങ്കോചിക്കുന്നു. റിട്ടേൺസ് ടു ദി ഒറിജിനൽ കണ്ടീഷൻസ് ഡ്യൂറിങ് എക്സ്പിറേഷൻ. നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പം അത് പൂർവ്വസ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പം ഇൻഹലേഷൻ ടൈമിൽ എന്തെടുക്കുന്നു? ഇൻസ്പിറേഷൻ ടൈമിൽ അത് കോൺട്രാക്റ്റ് ചെയ്യുകയും എക്സ്പിറേഷൻ ടൈമിൽ ഒറിജിനൽ പൊസിഷനിലാവുകയും ചെയ്യുന്നു. ഹൗ ഡസ് ദ ആക്ഷൻ ഓഫ് എ ആൻഡ് ബി ചേഞ്ച് ദി പ്രഷർ ഓഫ് എയർ ഇൻ ദ ലങ്സ്. ലങ്സിലെ എയറിൻ്റെ പ്രഷറിനെ എങ്ങനെയാണ് ഇവർ ചേഞ്ച് ചെയ്യുന്നത്? ഇൻ്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രോം എങ്ങനെയാണ് പ്രഷർ ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ എ ആൻഡ് ബി കോൺട്രാക്ട്സ് പ്രഷർ ഓഫ് എയർ ഇൻ ലങ്സ് ഡിക്രീസസ്. അപ്പം നമ്മൾ ശ്വാസം എടുക്കുമ്പോഴാണ് എയും ബിയും കോൺട്രാക്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ആ ടൈമിൽ എന്ത് കൊടുക്കും? ലങ്സിലെ എയർ കുറയുന്നു. ലങ്സിലെ എയറിൻ്റെ പ്രഷർ കുറയുന്നു. എന്ത് കുറയുന്നു? എയറിൻ്റെ പ്രഷർ കുറയുന്നു. എയും ബിയും ഒറിജിനൽ പൊസിഷനിലാവും. എപ്പം ഒറിജിനൽ കണ്ടീഷനിലാവുന്ന എപ്പോഴാണ്? എക്സ്പിറേഷൻ ടൈമിൽ. ആ ടൈമിൽ ലങ്സിൻ്റെ പ്രഷർ കൂടുന്നു. അപ്പം ശ്വാസം എടുക്കുമ്പം ലങ്സിൻ്റെ പ്രഷർ കുറയുകയും നമ്മൾ നിശ്വസിക്കുക, പുറത്തേക്ക് വിടുക. അപ്പം എന്ത് സംഭവിക്കുന്നു? പ്രഷർ കൂടുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്യൂട്ടബിളായിട്ട് നമ്മൾ എ ബി സി ജോയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 3 സ്കെൽട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ സ്കെൽട്ടണിൽ ഉള്ള ഫാക്ടേഴ്സാണ് രണ്ടാമത്തെ കോളത്തിൽ. മൂന്നാമത്തെ കോളത്തിൽ ഈ ഓരോ സ്കെൽട്ടണും ഏത് ജീവികളിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് എൻഡോസ്കെൽട്ടൺ എന്തൊക്കെ കൊണ്ടാണ് എൻഡോസ്കെൽട്ടൺ ഉണ്ടാക്കിയേക്കുന്നത്? കാർട്ടിലേജും ബോൺസും കൊണ്ടാണ്. പിന്നെ ഈ എൻഡോസ്കെൽട്ടൺ ആരിലാണ്? ഹ്യൂമനിലാണ്, മനുഷ്യനിലാണ്. അപ്പോൾ മനുഷ്യനിലെ സ്കെൽട്ടൺ എൻഡോസ്കെൽട്ടണിൽ എന്തൊക്കെയുണ്ട്? കാർട്ടിലേജും ബോൺസും. അടുത്ത ഹൈഡ്രോ പേര് തന്നെ ഉണ്ട്, ഫ്ലൂയിഡിലാണ് കാണപ്പെടുന്നത്. ഫ്ലൂയിഡ് ഫിൽഡ് ചേമ്പേഴ്സാണ് ഹൈഡ്രോ എന്ന് പറയുമ്പം വാട്ടർ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം ഫ്ലൂയിഡ് ഫിൽഡ് ചേമ്പറാണ് ഹൈഡ്രോസ്കെൽട്ടൺ. അത് ആരിലാണ് കാണപ്പെടുന്നത്? എർത്ത് വോമിൽ, മണ്ണിരയിൽ. അടുത്ത എക്സോസ്കെൽട്ടണിൽ
ഉള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം കമ്പോണൻസ് എന്ന് പറയുമ്പം കാൽഷ്യം കാർബണേറ്റ്, കൈറ്റിൻ ഒക്കെയാണ്. അപ്പോൾ കാൽഷ്യം കൈറ്റിനുമാണ് എക്സോസ്കെൽട്ടണിലുള്ളത്. എക്സോസ്കെൽട്ടണും എൻഡോസ്കെൽട്ടണും തമ്മിൽ തിരിഞ്ഞു പോകരുത്. എക്സോ എന്ന് വെച്ചാൽ പുറത്ത് ഇങ്ങനെ ഒരു സ്കെൽട്ടൺ മാതിരി വരുന്നതാണ്. ഇപ്പം ഞണ്ട്, ആ ഞണ്ടിൻ്റെ തോടൊക്കെ ഇല്ലേ, അപ്പോൾ ആ ടൈപ്പൊക്കെയാണ് വരുന്നത്. അപ്പം ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ ക്രാബ്സും മൂസിൽസും, ഇത് രണ്ടുമാണ് ഇവിടുത്തെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഈ ഒരു ഭാഗം പഠിക്കുക. പല രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരാം. ഇവിടെ നമ്മൾ ഈ രീതിയിലാണ് പഠിക്കുന്നതെങ്കിലും ഓരോ പോയിൻറ്റ്സും ഓരോ മാർഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അടുത്ത ഇവിടെ കുറേ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ 2 കോളവും ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത്, അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് കണ്ടാൽ കത്തണം. എന്താണിതെന്ന് കത്തിയാലേ നമുക്കിത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഇവിടെ ഒരു പോയിൻ്റ് പോലും തന്നിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പം ഇതും പരീക്ഷയ്ക്ക് നല്ലൊരു ഭാഗമാണ് വരാൻ ചാൻസ് ഉള്ള. അപ്പോൾ നോക്കി ഇവിടെ 28 ATP മോളിക്യൂൾസ് പൈറുവിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് കാണുമ്പോഴേ അറിയാം ഇത് ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും? അപ്പോൾ 2 കോളം ആക്കുക. എന്തൊക്കെ? ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. 28 ATP മോളിക്യൂൾസാണ് ഗ്ലൈക്കോളിസിസിൽ ഫോം ചെയ്യുന്നത്. ക്രെബ്സ് സൈക്കിൾ ആകുമ്പം 2 ATP മോളിക്യൂൾസാണ്. പിന്നെന്താണ്? പൈറുവിക് ആസിഡാണ് ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്നത്. ക്രെബ്സ് സൈക്കിൾ ആകുമ്പോൾ എവിടെ വെച്ച് നടക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. എവിടെ വെച്ചാൽ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. ഗ്ലൈക്കോളിസിസിൽ ഓക്സിജൻ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഓക്സിജൻ ഈസ് നോട്ട് റിക്വയർഡ്. ക്രെബ്സ് സൈക്കിൾ ആകുമ്പം അവിടെ പൈറുവിക് ആസിഡ് ഉണ്ടാവുകയല്ല, പൈറുവിക് ആസിഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്. മറ്റേ ക്രെബ്സ് സൈക്കിൾ പൈറുവിക് ആസിഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഗ്ലൈക്കോളിസിസിൽ നടക്കുന്ന എന്താണ്? പൈറുവിക് ആസിഡ് ഫോം ചെയ്യുകയാണ്, ഉണ്ടാവുകയാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്ന വഴി. അവിടെ 28 ATP മോളിക്യൂൾസ് ആയിരുന്നു ക്രെബ്സ് സൈക്കിളിൽ 2 ATP മോളിക്യൂൾസ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കി, ഇവിടെ എന്തിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്? കിഡ്നിയുടെ പടമാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇത് റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഇത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റീഡ്രോ ചെയ്യുക, അവിടെ 1 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നെയിം ആൻഡ് ലേബൽ ദ പാർട്സ് ഗിവൺ ബിലോ. ഇവിടെ തന്നിരിക്കുന്ന 2 A, B 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ വരച്ചതിനകത്ത് A എന്ന് കൊടുത്തിട്ട് ആ പറഞ്ഞേക്കുന്ന A ഏതാണോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് A അടയാളപ്പെടുത്തുക, B ഏതാണോ അത് അടയാളപ്പെടുത്തുക. അത് രണ്ടും ചെയ്താലേ നിങ്ങൾക്ക് അത്രയും കൂടെ ചേർത്ത് 3 മാർക്ക് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ദി ട്യൂബ് ദാറ്റ് ക്യാരീസ് യൂറിൻ ടു ദി യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബ് ഏതാണ്? യൂറിൻ എത്തിക്കുന്ന ട്യൂബാണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്താൽ പോരാ, അതിൻ്റെ പേരറിയണം. അതിൻ്റെ പേരുണ്ട്. എന്താണ്? യുറീറ്റർ. എന്താണ്? യുറീറ്റർ. അപ്പം യുറീറ്റർ ഏതാണ്? യൂറിനറി ബ്ലാഡറിലേക്ക് യൂറിനെ ക്യാരി ചെയ്യുന്ന ട്യൂബാണ് യൂറീറ്റർ. അപ്പോൾ യൂറീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. നിങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നോക്കുക. എന്നിട്ട് അതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ യൂറീറ്ററാണ് യൂറിൻ ക്യാരി ചെയ്യുന്ന ട്യൂബ്. ഏതിലേക്ക്? യൂറിനറി ബ്ലാഡറിലേക്ക്. അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. അപ്പം ഇവിടെ പിക്ചറായിട്ട് തന്നേക്കുന്നത്. അപ്പം അതെന്തായാലും കാണാതെ പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരീസ് ബ്ലഡ് ടു കിഡ്നി. ബ്ലഡ് വെസൽസ്, കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ബ്ലഡ് വെസൽസ് ഏതാണ്? റീനൽ ആർട്ടറി. അപ്പം റീനൽ ആർട്ടറി നിങ്ങൾ മാർക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വൈ ഈസ് ഇറ്റ് നെസസറി ടു ടേക്ക് സർട്ടൺ മെഡിസിൻസ് ആഫ്റ്റർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി? എന്തുകൊണ്ടാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട കുറച്ച് മരുന്നുകൾ നമ്മൾ കഴിക്കും? അപ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യകത എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ആൻസർ ടു സപ്രസ് ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യകത കേട്ടോ. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ബയോളജിയുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. 3 ചാപ്റ്ററും ടച്ച് ചെയ്തിട്ടാണ് പോയേക്കുന്നത്. അപ്പം ഒട്ടും പഠിക്കാത്തവർക്കാണെങ്കിലും പഠിച്ചവർക്കാണെങ്കിലും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങളുടെ പഠിച്ചത് തറവാക്കി പോവുക. ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ഇനിയുള്ള എക്സാംസിൻ്റെ റിവിഷൻ ക്ലാസ് ആയിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.